ഹലോ മൈ ഡിയേഴ്സ്, അങ്ങനെ ഫെയർവെല്ലിന്റെ ഷോപ്പിംഗ് ശേഷം ഫെയർവെല്ലിന്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൊടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിവിടെ പോളറോയിഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സജ്ജീമോളിൽ നിന്ന് വെട്ടുന്നുണ്ടായിരുന്നു. അടുത്ത വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്രയും ബെഞ്ചും ഡെസ്കും ഒന്ന് അടുക്കി പറക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഷെഹ്മോളും ഞങ്ങൾ എല്ലാവരും കൂടെ ബെഞ്ചും ഡെസ്കും എല്ലാം ഒന്ന് അടുക്കി പറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കാവ്യ ഇവിടെ ഇരുന്ന് കോമഡി അടിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അതിനുശേഷം സജ്ജിമോൾ ഒരു ബെഞ്ച് എങ്ങനെയൊക്കെയോ നീക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ബെഞ്ചും ഡെസ്കും എല്ലാം ഒതുക്കി കഴിഞ്ഞു. തസ്ലിമോളിൽ നിന്ന് പണിയെടുക്കുന്ന കണ്ടോ ഗൈസ്. അങ്ങനെ തസ്ലിമോളിൽ നിന്ന് എൻ്റെ ബ്ലൗസ് തയ്ക്കുന്നുണ്ടായിരുന്നു. സോ ഗൈസ്, അങ്ങനെ എൻ്റെ ബ്ലൗസും സാധനങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ ബെഞ്ചും ഡെസ്കും ഒക്കെ പറക്കിയിട്ടു ഗൈസ്. പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലൈറ്റ് സെറ്റിംഗ് പരിപാടിയായിരുന്നു ഗൈസ്. നമ്മൾ ഓരോ ഫോട്ടോസ് എടുത്ത് കെട്ടുക, എന്നിട്ട് ലൈറ്റിൻ്റെ പുറത്ത് ഇടുകയായിരുന്നു. അങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഓൾമോസ്റ്റ് ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആൻഡ് ഫൈനലി ഇതായിരുന്നു ലാസ്റ്റ് ലുക്ക്. എൻ്റെ പൊന്നു അടിപൊളിയായിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു ഫ്ലേവറിൻ്റെ വ്ളോഗ് വരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ